മനുവിൻ്റെ പുത്രനായ ശര്യാദിക്ക് മക്കളില്ലായിരുന്നു. അങ്ങനെ ശര്യാദിയുടെ പ്രാർത്ഥനയുടെയും വഴിപാടുകളുടെയും ഒക്കെ ഫലമായി അദ്ദേഹത്തിന് ഒരു പെൺകുഞ്ഞ് ജനിച്ചു. ശര്യാദി അവൾക്ക് സുകന്യ എന്ന് പേരിട്ടു. വർഷങ്ങൾ കടന്നുപോയി. സുകന്യ അതിസുന്ദരിയായ ഒരു യുവതിയായി വളർന്നു. ഈ സമയം ശര്യാദി രാജാവിൻ്റെ കൊട്ടാരത്തിനടുത്ത് ഒരു തപോവനമുണ്ട്. അവിടെ ച്യവനൻ എന്ന മഹർഷി തപസ് ചെയ്തു വന്നു. അനേക വർഷം അദ്ദേഹം ഇങ്ങനെ അനങ്ങാതെ ഇരുന്ന് തപസ് ചെയ്യുകയാൽ ച്യവന മഹർഷിയെ ചിതൽപുറ്റ് വന്ന് മൂടി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം തപോവനത്തിലെ തടാകത്തിനടുത്തെത്തിയ സുകന്യ ഈ ചിതൽപുറ്റ് കാണുകയും ചിതൽപുറ്റിനകത്ത് എന്തോ മിന്നിത്തിളങ്ങുന്നത് കണ്ട സുകന്യ ഒരു മുള്ളെടുത്ത് അതിൽ കുത്തി. അപ്പോൾ മഹർഷിയുടെ കണ്ണുകളായിരുന്നു അത്. സുകന്യ ഈ മുള്ളുകൊണ്ട് കുത്തിയപ്പോൾ മഹർഷിയുടെ കണ്ണ് രണ്ടും പൊട്ടിപ്പോയി. അങ്ങനെ മഹർഷിയുടെ കാഴ്ച നഷ്ടപ്പെട്ടതോടുകൂടി രാജ്യത്ത് വളരെ വലിയ അനർത്ഥങ്ങളുണ്ടായി. ജനങ്ങളെല്ലാം വല്ലാതെ കഷ്ടപ്പെട്ടു. പല പല അസുഖങ്ങൾ വന്നു. രാജാവ് പോലും മരിക്കും എന്നൊരു അവസ്ഥയായി. അപ്പോൾ ഈ ദുരവസ്ഥയ്ക്ക് കാരണം എന്തെന്ന് രാജാവ് അന്വേഷണം ആരംഭിച്ചു. ഈ സമയം സുകന്യ അച്ഛനെ കണ്ട് തനിക്ക് പറ്റിയ അബദ്ധം അച്ഛനോട് പറഞ്ഞു. താൻ അറിയാതെ ച്യവന മഹർഷിയുടെ കണ്ണുകൾ കുത്തിപ്പൊട്ടിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് രാജ്യത്തെ അനർത്ഥങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നതെന്ന് അച്ഛനെ അറിയിച്ചു. ഇതറിഞ്ഞ ശര്യാദി രാജാവ് ഉടൻ തന്നെ ച്യവന മഹർഷിയുടെ മുമ്പിൽ ചെന്ന് അദ്ദേഹത്തെ സാഷ്ടാംഗം നമസ്കരിച്ച് അദ്ദേഹത്തോട് താണു വീണ് അപേക്ഷിച്ചു. തൻ്റെ മകള് അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോയ അപരാധമാണ്, അത് ക്ഷമിക്കണം, തൻ്റെ രാജ്യത്തെ രക്ഷിക്കണമെന്ന് രാജാവ് മഹർഷിയോട് താണു വീണ് അപേക്ഷിച്ചു. അപ്പോൾ മഹർഷി പറഞ്ഞു, സുകന്യയാണല്ലോ എനിക്ക് ഈ ദുരന്തം വരുത്തി വെച്ചത്. അപ്പോൾ അവളെ എനിക്ക് ഭാര്യയായി തന്നാൽ താങ്കളും രാജ്യവും ഈ വിപത്തിൽ നിന്നും രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. പക്ഷെ ഇത് കേട്ട രാജാവിന് വളരെ സങ്കടമായി. വിരൂപനും വൃദ്ധനും അന്ധനുമായ ച്യവന മഹർഷിക്ക് സുന്ദരിയായ തൻ്റെ മകളെ എങ്ങനെ വിവാഹം ചെയ്തു കൊടുക്കാൻ സാധിക്കും? അതുകൊണ്ട് അദ്ദേഹം വളരെ ചിന്താധീനനായി. പക്ഷേ സുകന്യയ്ക്ക് മഹർഷിയെ വിവാഹം ചെയ്യാൻ യാതൊരു വിരോധവുമില്ലായിരുന്നു. അച്ഛാ, ച്യവന മഹർഷിയെ വിവാഹം ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അദ്ദേഹം സന്തോഷിച്ചാൽ നമ്മുടെ ഈ രാജ്യത്തിന് വന്നുപെട്ട ആപത്ത് നീങ്ങി കിട്ടുമല്ലോ. അതിനാൽ ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയാകാൻ തയ്യാറാണെന്ന് സുകന്യ അച്ഛനോട് പറഞ്ഞു. അങ്ങനെ രാജാവിന് ആശ്വാസമായി. അദ്ദേഹം സുകന്യയെ ച്യവന മഹർഷിക്ക് വിവാഹം ചെയ്തു കൊടുത്തു. സുകന്യയാണെങ്കിൽ ച്യവന മഹർഷിയെ പരിചരിച്ച് ജീവിതം തള്ളി നീക്കി. താൻ ചെയ്ത തെറ്റിന്റെ ഫലം അവള് സ്വയം അനുഭവിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അതിസുന്ദരിയായ സുകന്യയെ അശ്വിനി ദേവന്മാര് കാണാനിടയായി. അപ്പോൾ അവർ പറയുകയാണ്, കുരുടനും വിരൂപനും ഈ വയസ്സായ ആളുമായ ഈ മഹർഷിയുടെ ഭാര്യയായിരിക്കേണ്ടവളല്ല നീ. ഞങ്ങളിൽ ഒരാളെ ഭർത്താവായി സ്വീകരിച്ച് നിനക്ക് സന്തോഷമായി ജീവിക്കാമല്ലോ എന്ന്. അപ്പോൾ അശ്വിനി ദേവന്മാര് ഇങ്ങനെ സുകന്യയെ ഉപദേശിച്ചു. പക്ഷെ സുകന്യ പറഞ്ഞു, മഹാതാപസ്സനായ ച്യവന മഹർഷിയുടെ ഭാര്യയായിരിക്കുന്നതിൽ അഭിമാനിക്കുന്നവളാണ് ഞാൻ. നിങ്ങൾ എൻ്റെ ഭർത്താവിനെ അപഹസിച്ച് സംസാരിച്ചാൽ ഞാൻ നിങ്ങളെ ശപിച്ചു ഭസ്മമാക്കും. ഭർത്താവിനെ ദൈവത്തെ പോലെ ബഹുമാനിക്കുന്ന സുകന്യ അശ്വിനി ദേവന്മാർക്ക് ചുട്ട മറുപടി തന്നെയാണ് കൊടുത്തത്. ദേവന്മാർ അത് കേട്ട് ഭയപ്പെട്ടു. അവര് സുകന്യയോട് പറഞ്ഞു, ഞങ്ങൾ അശ്വിനി ദേവന്മാരാണ്, നിന്റെ പാതിവൃത്യത്തിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഞങ്ങൾ ദേവവൈദ്യന്മാരാണ്. നിന്റെ ഭർത്താവിൻ്റെ കണ്ണുകൾ ഞങ്ങൾ തെളിയിച്ചു തരാം. അദ്ദേഹത്തെ ഞങ്ങളെപ്പോലെ സുന്ദരനും യുവാവുമാക്കി തീർക്കാം. അത് കേട്ടപ്പോൾ സുകന്യയ്ക്ക് വളരെയധികം സന്തോഷമായി. പക്ഷേ ദേവന്മാർ ഒരു വ്യവസ്ഥ വെച്ചു. ച്യവന മഹർഷിയും ആ ദേവന്മാരും ഒരുപോലെ സുന്ദരന്മാരായി പ്രത്യക്ഷപ്പെടുമ്പോൾ ആ 3 പേരിൽ ഒരാളെ ഭർത്താവായി സ്വീകരിക്കണം. അതാണവർ നിർദ്ദേശിച്ചത്. ആ വ്യവസ്ഥ സുകന്യയെ പരിഭ്രമിപ്പിച്ചു. ദേവന്മാർ പറയുന്ന പ്രകാരം ചെയ്താൽ തനിക്ക് തൻ്റെ ഭർത്താവിനെ നഷ്ടമാകുമെന്നും ഇഷ്ടമില്ലാത്ത ദേവന്റെ കൂടെ ജീവിക്കേണ്ടി വരുമെന്നും അവൾ ഭയപ്പെട്ടു. അതിനാൽ അവൾ ഉടനെ തന്നെ ഭർത്താവിൻ്റെ അടുത്തേക്ക് പോയി. ദേവന്മാർ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവൾ ഭർത്താവിനെ അറിയിച്ചു. അപ്പോൾ ച്യവന മഹർഷി ദേവന്മാർ പറഞ്ഞതനുസരിച്ച് പ്രവർത്തിച്ചു കൊള്ളാനായിട്ട് സുകന്യയെ അനുവദിച്ചു. അങ്ങനെ സുകന്യ അശ്വിനി ദേവന്മാരുടെ അടുത്ത് ചെന്ന് അവരെ ആശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ദേവന്മാർ വൃദ്ധനായ ച്യവനനോട് തടാകത്തിലിറങ്ങി കുളിക്കാൻ ആവശ്യപ്പെട്ടു. അന്ധനായ ച്യവന മഹർഷി തടാകത്തിലിറങ്ങി. ഒപ്പം അശ്വിനി ദേവന്മാരും. 3 പേരും വെള്ളത്തിൽ മുങ്ങി. അത്ഭുതം! മുങ്ങി നിവർന്നപ്പോൾ 3 പേരും ഒരുപോലെ സുന്ദരന്മാർ. ആർക്കും ച്യവന മഹർഷി ആരെന്ന് കണ്ടെത്താൻ സാധിക്കാത്തത്ര രൂപസാദൃശ്യം. സുകന്യ ആകെ ആശയക്കുഴപ്പത്തിലായി. പക്ഷേ അവളുടെ ഭർതൃഭക്തി അവളെ രക്ഷിച്ചു. അവൾ
ച്യവന മഹർഷിയെ തിരിച്ചറിഞ്ഞു. അവൾ ച്യവന മഹർഷിയെ തന്നെ വരിച്ചു. ദേവന്മാർ സുകന്യയെ അനുഗ്രഹിച്ച് അപ്രത്യക്ഷരായി.